വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇന്നും ഒരു ഫുൾ ഡേ ഇല്ല, ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് അടുപ്പിലാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, മുറ്റത്ത് തൊടുകിലൊക്കെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അടുക്കി വെക്കാനുള്ളൊരു സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ദിവസം അത് എന്താ പറയുക, ഇപ്പോൾ നല്ല ഉണങ്ങി നിൽക്കുമല്ലോ, കത്താത്ത പ്രശ്നമൊന്നുമില്ല, കത്തുന്നുണ്ടല്ലേ. അപ്പോൾ പിന്നെ അങ്ങ് അടുപ്പിലങ്ങ് കുക്കിംഗ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് റിലാക്സ് ആയിട്ട് സാവധാനം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ കിച്ചണിൽ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ദോശ മുതൽക്ക് അങ്ങ് ചൂടാന്ന് വിചാരിച്ചു കേട്ടോ. തറവാട്ടിലായിരുന്നപ്പോൾ എപ്പോഴും നമ്മളെല്ലാതും കുക്കിങ് അടുപ്പിലായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ചുറ്റും റബ്ബറല്ലേ, അപ്പോൾ ഇഷ്ടം പോലെ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ പിന്നെ മടിയായതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മളെല്ലാതും അതിന്മേ അടുപ്പത്ത് രാവിലെ തീ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ദോശയും അതുപോലെ ചോറും കറിയും എല്ലാതും അതിന്മേ കത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമാണ് കേട്ടോ. അവിടെ ഞാനും ഉമ്മയും കൂടെ പുറത്ത് അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്മേക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു 2 വർഷം 1.5 വർഷം മുമ്പത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ, 1 വർഷം മുമ്പത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതാ ഞാൻ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. എനിക്ക് അടുപ്പത്ത് കുക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. പക്ഷേ ഈ മടിയാണ് എന്നെ എന്താ പറയുക പിന്തിരിപ്പിക്കാറ് എന്ന് പറയില്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിറക് നല്ല പൊടിന്നനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കത്തി കിട്ടാൻ പണിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അതാ ദോശ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ 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 മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കുക്കിംഗ് ഒന്നും വരുന്നില്ലല്ലോ. ഒരു നാഴി അരി പോലും നമുക്ക് ഒരു നേരത്തിന് വേണ്ട കേട്ടോ. അപ്പോൾ അത് റേഷൻ അരിയാണ് നമ്മളിവിടെ വെക്കും ചെയ്യാറ്. ആ റേഷൻ അരി തിളക്കുമ്പോഴേക്കിന് വേവും. നമുക്ക് അങ്ങനെ അധികം വേവുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അത് തിളക്കുമ്പോഴേക്കിന് അങ്ങ് വേവും ചെയ്യും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ ഈ ഒരു തീ കത്തിക്കണേ വിചാരിച്ചിട്ട് തീ കത്തിക്കായാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറി അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല. എപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കണത് ഇവിടെ ചിലവാകൂല, വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുമില്ല കേട്ടോ. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഒരു തീ ഇങ്ങനെ പൂട്ടി മെനക്കെടണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ അപ്പം ചുടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുടുക്കയൊക്കെ ഒന്ന് കഴുകിയെടുക്കാന്ന് കേട്ടോ. മൺകുടുക്കയിലാണ് ചോറൊക്കെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഞാൻ കത്തിച്ചെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നതുകൊണ്ട് ഓരോന്നും കണ്ടിട്ടുണ്ടാവില്ല അടുപ്പിൽ തീ ഇട്ടണതൊന്നും. മുമ്പൊക്കെ എന്നോട് എപ്പോഴും ചോദിച്ചിരുന്നു കേട്ടോ, അടുപ്പ് കത്തിക്കാറില്ലേന്ന്. എന്നിട്ട് ഞാൻ കത്തിക്കുന്നത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ വീഡിയോ ചെയ്തിട്ട്. ഇനിയിപ്പോൾ അത് അപ്പം ചുടൽ കഴിഞ്ഞ് ചട്ടി അങ്ങ് വാങ്ങി വെക്കാന്ന് കേട്ടോ. എന്നിട്ട് ആ ഒരടുപ്പത്ത് നമ്മളിനി ചോറിനുള്ള എന്താ പറയുക വെള്ളം വെക്കാന്ന്. ഇപ്പോൾ ടൈം എന്നത്തെയും പോലെ തന്നെ ഇവ വരുന്ന ആ ഒരു ടൈമിൽക്കാണ് കേട്ടോ ഞാൻ തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റബ്ബറിൻ്റെ വിറകാവുകൊണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക, നമുക്ക് അങ്ങോട്ടോ പണികളെടുത്ത് മാറി നിൽക്കാനൊന്നും പറ്റൂല കേട്ടോ. ഈ ഒരു അടുപ്പിൽ റബ്ബറിൻ്റെ വിറകൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓലക്കൊടി പോലെയാണ്, എവിടെ വെച്ചു എന്ന് തന്നെ കാണൂല. അപ്പൊക്കെ കത്തി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ തീ കത്തിച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ട് ആ ഒരു ടൈം കൊണ്ട് നമ്മളിതാ അപ്പം ചൂടൽ കഴിഞ്ഞല്ലോ അല്ലേ, തിന്നാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറിയുടെ കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കനൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരച്ചൊഴിച്ചു കേട്ടോ. എന്നിട്ട് അതാണ് ഇന്നത്തെ അപ്പത്തേക്കുള്ള കറി. അയനക്കുട്ടി അവിടെ ഉമ്മർത്തിരുന്നും കണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവയും കൂടെ ഇതുണ്ടല്ലേ പാത്രം കൊണ്ട് വരുന്നത് വീതനം ഇരുന്നും കണ്ട് കഴിച്ചു. അപ്പോഴേക്കും വെള്ളമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് അരിയൊക്കെ കഴുകിങ്ങാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻറ്റും ലൈക്കും ഇടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക, അരി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 നേരം വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 നേരം വെക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ചൂടല്ലേ, നമുക്ക് കുഴൽ കിണറിലത്തെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഈ ചൂടൊക്കെ കാരണം രാവിലെ ഒന്നായിട്ട് വെക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു
വെള്ളം വന്ന് വലഞ്ഞ പോലെ നമ്മളങ്ങനെ കേട്ടോ പറയാം, അങ്ങനെ ആവും കേട്ടോ. അപ്പം ഞാൻ പിന്നെ വെറുതെ റിസ്ക് എടുത്തിട്ട് എന്തിനാ കളയുന്നേ, അങ്ങ് 2 നേരം റേഷൻ അരിയല്ലേ ഇതാന്ന് അറിയുമ്പോഴേക്കിനും വേവുമല്ലോ. അപ്പം ഞാൻ ഉച്ചക്കൽക്കുള്ളത് ഉച്ചക്കും വെക്കും, രാത്രിക്കൽക്കുള്ളത് രാത്രിക്കും വെക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇനിയിപ്പോൾ ഇതാ ചോറിനുള്ള അരി ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ കൂർക്ക നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. കൂർക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഇതുവരെ കൂർക്ക കണ്ടിട്ടില്ല, അത്ര കഴിച്ചിട്ടുമില്ല എന്ന്. എനിക്ക് അതിശയമായി പോയിട്ടോ. കൂർക്ക കാണാത്തവരുണ്ടല്ലേ. ഇവിടെയൊക്കെ കൂർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്താ പറയുക, പണിയെടുക്കാൻ മടിയെന്ന് പറയില്ല. ആ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നന്നാക്കാൻ മടിയാണ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പിന്നെ കൂർക്ക ഇഷ്ടമാവുകൊണ്ട് അത് മടി ഞാൻ നോക്കൂല കേട്ടോ. കഴിക്കാനുള്ള ഇഷ്ടമാണ് ഞാൻ നോക്കാറ്. അതുകൊണ്ട് എവിടെ കൂർക്ക ഉണ്ടെന്നാലും ഞാൻ വാങ്ങും കേട്ടോ. ഇതുവരെ കൂർക്ക കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. കാസർഗോഡ് അത്ര അവരുടെ പ്ലേസ്, അവിടെ ഒന്നും അപ്പോൾ കൂർക്കല്ലേന്നാവോലെ. എന്തായാലും എനിക്കറിയൂല ആ നാട്ടിലൊന്നും കൂർക്കല്ലേ എന്നുള്ളത്. നമ്മളുടെ നാട്ടിൽ എന്തായാലും ഉണ്ട് കേട്ടോ. ഇനി ഒരു ദിവസം കൂർക്ക കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലോട്ട് പോരും, ഞാൻ വെച്ചുണ്ടാക്കി തരാം. കൂർക്കപ്പേരിയും ചോറൊക്കെ നല്ല ടേസ്റ്റിയാടോ. കൂർക്കപ്പേരി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ചോർക്ക് വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിലൊക്കെ അതേപോലെ ഉമ്മീറ്റൊക്കെ കൂർക്കൊക്കെ നട്ടുണ്ടാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നട്ടുണ്ടാക്കുന്ന ടൈമിൽ ഡെയിലി കൂർക്ക ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതുപോലെ ഉമ്മ വലിയൊരു ഇതുപോലെ നന്നാക്കിയിട്ട് നമ്മളൊരു പഴയൊരു ബക്കറ്റിലിട്ടിട്ട് ചവിട്ടി തിരുമ്മി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ഇരുന്നങ്ങാണ്ട് നന്നാക്കും. എന്നിട്ട് നന്നാക്കിയിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് രാവിലെ ഉച്ചക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൂട്ടി ഇനിയിപ്പോൾ കഴിച്ചില്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമില്ല എന്നറിയില്ല. പക്ഷെ 10 മണിക്ക് അത് നിർബന്ധമാണ് അറിയില്ല. അതിങ്ങനെ കൂർക്കപ്പേരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിനേക്കായും കൂടുതൽ കൂർക്കപ്പേരി എടുത്തെങ്ങാണ്ട് അത് ചോറിലിട്ട് കുഴച്ച് തിന്നണം. അതൊക്കെ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇഷ്ടമായതാണ് കേട്ടോ എനിക്ക് കറി ഇല്ലാണ്ട് ചോറ് കഴിക്കാൻ. 10 മണിക്ക് ചോറ് കഴിച്ച് പടിഞ്ഞിട്ട് അത് ഞാൻ എന്താണോ ഉപ്പേരിയും കൂട്ടാനും വെക്കുന്നത് അതിട്ടങ്ങ് കുഴച്ചിട്ട് ചോറ് കഴിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതിലേ തൊട്ടേ കറിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. വല്ല താളിപ്പ് കറിയൊക്കെ ആണെങ്കിൽ അതിനോടുള്ളൂ ഇഷ്ടം. തേങ്ങരച്ചിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ചില കറികൾ എന്നാൽ ഞാൻ കഴിക്കൂല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ, അങ്ങനെ വേണമെന്നില്ല എനിക്ക് കറി. ഞാൻ കൂട്ടാൻ കൂട്ടി കുഴക്കുക ചെയ്യാം കേട്ടോ. ആ കൂർക്കപ്പേരി കുറച്ച് തോനെ വെളിച്ചെണ്ണയും അതുപോലെ തോനെ ചെറിയുള്ളിയൊക്കെ വെച്ച് തൂമിച്ചുണ്ടെടുത്തിട്ട് ആ എണ്ണയിൽ ആ ചട്ടിക്ക് ഇങ്ങോട്ട് ചോറിട്ടൊന്നും വേണ്ടല്ലോ. അയ്യോ സ്വർഗ്ഗം എന്നറിയില്ലേ. ഇപ്പോഴും വായിൽ വെള്ളം വരുന്നറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് കൂർക്ക അത്ര ഇഷ്ടം കേട്ടോ. ചെറുതിലേ തൊട്ടേ അതങ്ങ് ഇഷ്ടമായി പോയതുകൊണ്ടാണ് കേട്ടോ. കൂർക്ക ഇടിച്ചക്കയും വെക്കും, കൂർക്കയും കറുകത്തും വെക്കും, ഇറച്ചിയും കൂർക്കയും വെക്കും. എനിക്ക് ഇറച്ചിയും കൂർക്കയൊക്കെ വെക്കുന്നതിനേക്കാളും കൂർക്ക വെറുതെ തൂമിച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഈ കൂർക്കല്ലേ അത് ചോർക്ക് കൂട്ടാൻ മാത്രമല്ല കേട്ടോ, നമ്മൾ ചായക്കും എടുത്ത് കഴിക്കും കേട്ടോ. കട്ടൻ ചായയും കൂർക്കപ്പേരിയും അതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ കൂർക്കനെ വർണ്ണിച്ച് നമ്മളിപ്പോൾ എവിടെ എത്തിയില്ലേ. കൂർക്ക അപ്പോഴേക്കും ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ചെടുത്ത് മാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെണ്ടക്ക ഉണ്ടായിരുന്നു 2-4 ഫ്രിഡ്ജിൽ. അത് ഞാൻ എന്ത് ചെയ്തു ഇനിയും വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. അപ്പോൾ ഞാനതങ്ങ് കറിയാക്കാൻ വിചാരിച്ചു. വെണ്ടക്ക തേങ്ങരച്ച കറി ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കും മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ കൂർക്ക തൂമിച്ചെടുക്കുകയാണ്. കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് നല്ല അരിമുളക് ചതച്ചതാണ് കേട്ടോ. കാന്താരിമുളക് അറിയില്ലേ, അത് ചതച്ചതാണ്. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കൂർക്കയിൽ. അതാ എണ്ണയ്ക്ക് ഇട്ടിട്ട് അയ്യോ ആ കൂർക്കയ്ക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് തൂമിച്ചെടുത്താണ്ടല്ലോ. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാന്താരി കുത്തിച്ചയച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്ന് അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് മഴ പെയ്യുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അരിമുളകൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ തൈയൊക്കെ വാടി നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും തെഴുത്ത് അതിമൊക്കെ അരിമുളക് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ എനിക്ക് ഈ അരിമുളകൊക്കെ കൂട്ടാനിലുണ്ടാകുമ്പോൾ ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നോ ചോറിൻ്റെ ഒരു ഉരുളിയിൽ ഒരു അരിമുളക് വെച്ചിങ്ങാണ്ട് അങ്ങ് കഴിക്കൂട്ടോ, കടിച്ച് കഴിക്കൂട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ് അരിമുളക് കഴിക്കാനെന്ന് പറയില്ലേ. വെറുതെ എടുത്തുങ്ങാണ്ട് കഴിക്കാൻ എനിക്കൊരു പേടിയാണ് കേട്ടോ. പക്ഷെ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കുമ്പോൾ ആ ചോറും ആ മുളകും പാടങ്ങ് ബാലൻസ് ആയിക്കോളുമല്ലോ. അങ്ങനെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഉപ്പേരിയിലുള്ള മുളകൊക്കെ. ഇനിയിപ്പോൾ അതാ പുളി ഒഴിച്ചിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചിങ്ങാണ്ട് കറി വെക്കുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ച് എങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് ഒരുക്ക വെക്കും, പിന്നെ കറി ഒരുക്ക വെക്കും, ഉപ്പേരി ഒരുക്ക വെക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ അത് തീ കെടുന്നതിന് മുമ്പ് എല്ലാതും അങ്ങ് ആയി കിട്ടുമല്ലോ. ഇനിയിപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് അയനക്കൂട്ട് ദോശ കഴിച്ചിട്ടുണ്ടാകുന്നില്ല കേട്ടോ. അങ്ങനെ പോയിട്ട് പിന്നെ ഒരു 12 മണിയായപ്പോഴേക്കും ഓള് വിശക്കണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓൾക്ക് ഉള്ള കഞ്ഞി കോരി കൊടുക്കുകയാണ്.
ഇനിയിപ്പോൾ അതാ തേങ്ങ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കുടുക്കയുടെ മൂട്ടിലേക്ക് ഒരു ഇച്ചിരി കറി കണ്ടില്ലേ, ഇതന്നെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത്ര കഴിയല്ല കറി കറി പാരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അതവിടെ തിളച്ചും കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചോറായി, കറിയായി, ഉപ്പേരിയായി. പിന്നെ ഞാൻ മീൻ വരികയാണെങ്കിൽ മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് മീൻ വന്നില്ല കേട്ടോ. നമ്മളുടെ ഈ റോഡ് പണി അത് അവിടെ എന്താ പറയുക, വണ്ടി ഓടൽ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ വണ്ടികളൊക്കെ വരവ് കുറവാണ് കേട്ടോ. മീൻ വണ്ടിയൊന്നും ഡെയിലി ഒന്നും വരുന്നില്ല അപ്പോൾ അത് കാരണം മീൻ കിട്ടാൻ പണിയാണ്. ചിക്കനാണെങ്കിൽ ഇന്നലത്തേൽ കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ കൂർക്കണ്ടല്ലോ, അത് മതിയല്ലോ, ധാരാളം. ഒരു ഉപ്പേരി, ഒരു കറി, പണിയും കഴിഞ്ഞു. എന്താ പറയുക, കഴിക്കാനും വിളമ്പാനും വെക്കാനും ഒക്കെ സുഖമാണ് പറഞ്ഞില്ലേ. അങ്ങനെ ചോറൊന്ന് വളം പൊട്ടിച്ചെടുക്കാമെന്ന് കേട്ടോ. ചോറായി, കറിയായി, ഉപ്പേരിയായി. ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു ചെരുപ്പ് വെക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മളുടെ സിറ്റ് ഔട്ടിലുള്ള തിണ്ടിടുമല്ലോ, ആ ഒരു തിണ്ടിൻ്റെ ചോട്ടിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതെന്ന് കേട്ടോ. ഈ ഒരു ഇത് ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളുടെ ചെരുപ്പ് എപ്പോഴും മുറ്റത്ത് തന്നെയാണ് കേട്ടോ. അത് പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ, സ്വാഭാവികം എന്ന് അറിയില്ല. എത്ര സ്റ്റാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല. ചെരുപ്പ് വന്നേക്കാൻ മുറ്റത്താണ്ട് ഊരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് വെക്കണമെങ്കിൽ ആരുടെയിലൊക്കെ തൊള്ളയിലിരിക്കണത് കേൾക്കണം എന്നറിയില്ലേ. ഇവിടെ കാക്കുണ്ടെങ്കിലാണ് കേട്ടോ കൂടുതലും ചീത്ത അറിയാം. പിന്നെ എന്തിനാ അത് ഉണ്ടാക്കിയേക്കണത്, ആ ചെരുപ്പുകൾ അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചുകൂടെ എന്ന് പറഞ്ഞങ്ങാണ്ട് അപ്പോൾ ഒന്ന് കൊടുന്ന് എടുത്ത് വെക്കും കേട്ടോ. കാക്കുമില്ലാത്തുമ്പോൾ വീണ്ടും ചെരുപ്പുകളൊക്കെ മുറ്റത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ പൊടിയായിട്ടുണ്ടാകും. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി എടുക്കുകയാണ്. ഞാൻ തുടക്കണമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഈ മണ്ണുള്ള ചെരുപ്പ് തന്നെയല്ലേ വെക്കണത്. അപ്പോൾ ആ പൊടിയൊന്ന് ജസ്റ്റ് മാറാലേക്ക് ഒന്ന് തട്ടി ആ ഒരു പൊടിയൊന്ന് ഞാൻ ആ ഒരു നമ്മൾ പെയിൻ്റ് അടിക്കണ ബ്രഷ് ഉണ്ടല്ലോ, അതെടുത്തിട്ടാണ് കേട്ടോ എന്താ പറയുക തട്ടിക്കൊട്ടി എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇതാ വീണ്ടും അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തതിങ്ങനെ ഭൂമി ഉൽക്കോന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ക്യാമറ ഒരു കൈ കൊണ്ട് പിടിച്ചങ്ങാണ്ട് ഒരു കൈ കൊണ്ടാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. അപ്പോൾ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് ഇതൊക്കെ ഒന്ന് നേരാക്കിയാലോ എന്നുള്ളൊരു ഇത് തോന്നിയത്. ചില ടൈമിലോട്ട് അങ്ങനെയൊക്കെ തോന്നുന്ന ടൈമിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അപ്പം ടക്കും അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ പൊന്താത്ത ചവിട്ടെടുത്തുങ്ങാണ്ട് പൊന്തിച്ച് അത് തട്ടിക്കൊട്ടിയിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ആ മണ്ണൊക്കെ ഒന്ന് അടിച്ച് കളയട്ടെ. അപ്പോൾ അയാനെക്കുട്ടി അപ്പുറത്ത് ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തിക്കണു, ഇവിടുന്ന് ഈ മണ്ണിങ്ങനെ അവിടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ഈ ഒരു തിണ്ടിൻ്റെ താഴെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ തട്ടിയോടുകൂടി ഓളുടെ മേതക്കായപ്പോൾ എന്തമ്മ ഞാൻ ഇവിടെ ഇരിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ആ ഒരു മുതൽ അവിടെ ഉള്ളത് ഞാൻ നോക്കണത്. അപ്പോൾ സിറ്റ് ഔട്ട് അടിച്ചിട്ട് പിന്നെ ഇനി നമുക്ക് അകമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിൽക്കാം കേട്ടോ. അടിച്ചു വാരാനും തുടക്കാനും പിന്നെ അലക്കാനും ഒക്കെ നിൽക്കണം കേട്ടോ. എല്ലാം കൂടെ നിൽക്കുമ്പോൾ കുറച്ച് ടൈം പിടിക്കും കേട്ടോ. കാരണം നമ്മൾ കിച്ചണിൽ കയറുന്നത് എപ്പോഴാണ്, 9 മണി കഴിഞ്ഞിട്ട്. നേരത്തെ കയറുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാം. പക്ഷേ നേരത്തെ കയറൂല, അതാണ് പ്രശ്നം. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി മുതലാക്കുന്നുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് പകൽ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറക്കം വരണമെങ്കിൽ കുറച്ച് പണിയാണ്. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, പകൽ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും രാത്രിക്ക് ഉറക്കം വരും കേട്ടോ, ഉറങ്ങും ചെയ്യും. അതുകൊണ്ട് തന്നെ പകലും ഇപ്പം നല്ലോണം ഉറങ്ങും, രാത്രി നല്ലോണം ഉറങ്ങും. ഞാനിപ്പോൾ ഒരു കുംഭകർണൻ്റെ പെങ്ങളായി മാറുന്നുണ്ട് എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഇതാ വീണ്ടും അയലക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, അന്നെന്താ പുറത്തന്നെ കാണില്ലല്ലോ. ഇന്നലെ ഞസിന്താത്ത ചോദിച്ചിട്ടോ, എന്താ എന്നെ ഇപ്പോൾ പുറത്തന്നെ കാണില്ലല്ലോ. ഉറങ്ങന്നെ പണി, പിന്നെ എന്താ ചെയ്യുക. ഉച്ചക്കുള്ള ആ ഒരു പണിയെടുക്കണ ആ ഒരു ടൈം മാത്രം ഉള്ളിലുണ്ടാവും കേട്ടോ. ബാക്കി ടൈം 9 മണി വരെ ഉറങ്ങും. പിന്നെ ഒരു ഉച്ചവരെ പണിയെടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളി നിസ്കാരം ചോറയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കിടന്നുറങ്ങും. പിന്നെ ഒരു 5 മണി ഒക്കെ ആവും കേട്ടോ പിന്നെ എണീക്കുമ്പോഴത്തേക്കും. അപ്പോഴേക്കിന് പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴേക്കിന് ബാങ്ക് കൊടുക്കാനും ആയില്ലേ. ഇതാണ് ഇപ്പം എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. സ്കൂൾ തുറക്കോളൂ കേട്ടോ ഈ ഒരു എൻ്റെ റൊട്ടീനൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ നിൽക്കേണ്ടി വരും, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ ഇതാ ഇനിയിപ്പോൾ എന്താ തുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തുടക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. പുറത്ത് കുറച്ച് പണികളുണ്ട്. പിന്നെ വൈകുന്നേരം ഞാനിപ്പോൾ മുറ്റത്തത്തെ പണികളൊക്കെ എടുക്കാറ് കേട്ടോ. ഒക്കെ കൂടെ ഒപ്പം ചെയ്യാറില്ല. വൈകുന്നേരം ഉറങ്ങി നീച്ചിട്ട് പിന്നെ ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പം അങ്ങനെ തുടക്കലും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ഇളയിച്ച് മുത്തച്ഛ ആരെങ്കിലുമൊക്കെ അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓൽക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്